പല പല അച്ചാറുകൾ എന്റെ ചാനലിൽ എടുപ്പുണ്ട് കേട്ടോ. പലതെന്ന് പറഞ്ഞാൽ പലതും, അറ്റ്ലീസ്റ്റ് ഒരു 15 ടൈപ്പ് അച്ചാറ് ഞാൻ ഇട്ടുണ്ട്. ഇന്ന് വളരെ സിമ്പിളായ നാരങ്ങ അച്ചാറ്. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീട്ടിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. നമുക്ക് ഈ റെസിപ്പി കൊണ്ട് 1 ലിറ്റർ, ചിലപ്പോൾ ഒരു ഇച്ചിരി പൊടിക്ക് കൂടുതലാണ് കിട്ടണേ. അതിന് 1 കിലോ നാരങ്ങ നല്ല പഴുത്തത്, അത് കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ട് വെക്കുക. തിളച്ച് വരുമ്പോൾ ആ നാരങ്ങ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അതൊരു കാര്യം ശ്രദ്ധിക്കണം, വെള്ളം കവർ ചെയ്ത് നിൽക്കണം കേട്ടോ. പിന്നെ എപ്പോഴും ഇങ്ങനെ റോൾ ചെയ്തിട്ട് വേണം നാരങ്ങ പുഴുങ്ങിയെടുക്കാൻ കേട്ടോ. ഒരു 3-4 മിനിറ്റ് മതി ആ നാരങ്ങ പുഴുങ്ങി വരാനായിട്ട്. സാധനം ഓഫ് ചെയ്യുക, ഡ്രെയിൻ ചെയ്യുക. എത്രത്തോളം വെള്ളം ഉണ്ടോ അത് മൊത്തം കളയാം. അത് കഴിഞ്ഞ് ഏതെങ്കിലും കുരുകളുണ്ടെങ്കിൽ കുരുക്കളും മാറ്റി കളയാം, കനപ്പ് വരാണ്ടിരിക്കാനാണ്. പിന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഒരു 7 ടേബിൾ സ്പൂൺ ഉപ്പ്. നിങ്ങൾ വിചാരിക്കും കുറച്ച് കൂടുതലാണ്, ഒരു കൂടുതലില്ല, കറക്റ്റ് ആയിരിക്കും. ഒരു 30 മിനിറ്റ് വെച്ചേക്കാം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് എള്ളിൻ്റെ എണ്ണ, 1 ടീസ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ കടുക്. ഇനി മെയിൻ പരിപാടി കടുക് പൊട്ടണം. പൊട്ടിക്കഴിയുമ്പോൾ ഒരു 150 ഗ്രാം വെളുത്തുള്ളി ഇങ്ങനെ സ്ലിറ്റ് ചെയ്തത്, പിന്നെ ഒരു 100 ഗ്രാം ഇഞ്ചി നന്നായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു 6 പീസ് ഗ്രീൻ ചില്ലി സ്ലിറ്റ് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 3 പീസ് ഡ്രൈ റെഡ് ചില്ലി, അതും ഇട്ട് അങ്ങോട്ട് സോട്ട് ചെയ്യുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പങ്ങോട്ട് ഇടാം, 1 ടീസ്പൂൺ മഞ്ഞൾ, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എസ്പോർട്ട് ഇടാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ശ്രദ്ധിക്കുക, ചൂട് വളരെ കുറവിലായിരിക്കണം, അല്ലെങ്കിൽ ചൂട് വേണം ഓഫ് ചെയ്തിടാം. ഒരു 15 to 30 സെക്കൻഡ് മതി കേട്ടോ. അങ്ങോട്ട് തിളച്ച് വരും. അത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് 1/2 കപ്പ് വിനാഗിരി കൊണ്ട് ഒഴിക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ, അതല്ലെങ്കിൽ സാധാരണ ഷുഗർ 1 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ സ്പൈസസ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലെമൺ അതങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ഇതേപോലെ ഫുള്ള് ആ മസാലയുടെ കൂടെ ലെമൺ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യട്ടെ. ഇതേപോലെ ആവും. ഇനി നമുക്ക് കുരുമുളക് ഇടിച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അതും അതിൻ്റെ കൂടെ അങ്ങോട്ട് യോജിപ്പിക്കാം. കഴിഞ്ഞ് നന്നായിട്ട് തണക്കണം. നന്നായിട്ട് തണുത്തട്ടെ ഇനി ബാക്കിയുള്ളത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓയിലൊക്കെ മുകളിലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, തണുത്തുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഭരണിയിലോ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിലോ വേണം അത് സൂക്ഷിക്കാൻ. പിന്നെ ക്ലീനും ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ വേണം എപ്പോഴും അത് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഇച്ചിരി ഓയിൽ എപ്പോഴും മുകളിൽ നിൽക്കണ്ടോയെന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇതിൻ്റെ ഷെൽഫ് ലൈഫ് ഒന്നുകൂടിയും കൂടും. പിന്നെ ഇത് എത്ര നാൾ പുറത്തിരുന്നാലും ഒരു കുഴപ്പം വരില്ല. പിന്നെ 4-5 ദിവസം കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ. നമ്മളുണ്ടാക്കിയ നാരങ്ങച്ചാറ് കണ്ടില്ലേ, എല്ലാം കിടലിനല്ലേ. ഇന്നിപ്പോ ടേസ്റ്റ് ചെയ്ത അതിന് ഉപ്പ് കൂടുതലായിരിക്കും, ചിലപ്പോ പുളി കൂടുതലായിരിക്കും, എരിവ് കൂടുതലായിരിക്കും, എല്ലാം കൂടുതലായിരിക്കും. പക്ഷെ ഇതൊരു 3-4-5 ദിവസം നമ്മളവിടെ ഇരിക്കട്ടെ. ഈരന്ന് കഴിഞ്ഞു കഴിയുമ്പോ എന്റെ പൊന്നോ, ഒരു കിടിലൻ നാരങ്ങച്ചാറായിരിക്കും. അപ്പേ ബൈ. ഇതോ നോക്കണേ, ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.